LPUP പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി എയ്സ് നടത്തുന്ന പടയൊരുക്കം 4ാമത്തെ പരീക്ഷയാണ് ഇന്ന് നടന്നത്. പരീക്ഷയെക്കുറിച്ച് കുട്ടികളുടെ അഭിപ്രായം നോക്കാം. മെച്ചപ്പെട്ട് വന്നൊക്കെ തന്നെയാണ് ഓരോ എക്സാം എഴുതുമ്പോൾ റിസൾട്ട് 3 വരെ എഴുതുമ്പോൾ മെച്ചപ്പെട്ട് വന്നത് തന്നെയാണ്. ഓരോ പ്രാവശ്യം നമ്മളെ പൊസിഷന് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല എക്സാം, നല്ല നിലവാരമുള്ള എക്സാം ആയിരുന്നു. കുറച്ച് ടൈറ്റ് ആയിരുന്നു, പക്ഷേ ശ്രദ്ധിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഇനി പറ്റും. കുറച്ചും കൂടി എക്സാം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ ലാസ്റ്റ് എക്സാം ആണെന്നാണ് അറിഞ്ഞത്. കുറച്ചും കൂടി എക്സാം ഉണ്ടായിരുന്നത് നന്നായിരുന്നു. അത്ര വലിയ എളുപ്പമൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ ഈ 4ാമത്തെ സ്റ്റേജ് ആയിട്ട് കൂടി ഒന്നുകൂടെ പഠിക്കാണ്ടെന്നുള്ള കാര്യം ഈ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സ്റ്റേജിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മെച്ചം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ പടയൊരുക്ക എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ഇന്നിപ്പോൾ പരീക്ഷ അടുപ്പിച്ചിട്ട് പോലും ഈ പരീക്ഷയ്ക്ക് വരാൻ കാരണമാണ് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു എക്സാമാണിത്. നല്ല എക്സാമായിരുന്നു. നമ്മുടെ LPUP ഫൈനൽ എക്സാമിന് മുമ്പിൽ നല്ലൊരു ഒരുക്കമായിരുന്നു പടയൊരുക്കം. നമ്മുടെ 4 എക്സാം നല്ല എക്സാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഒരുപാട് ഇവിടുത്തെ ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്. എസ്പെഷ്യലി ടോണി സാറുടെ ക്ലാസ്സുകളും അതുപോലെ നസീബ് സാറുടെ ക്ലാസ്സൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. 4 തവണയായി 20,000-ലധികം കുട്ടികളാണ് പടയൊരുക്കം പരീക്ഷ എഴുതിയത്. വിവിധ ജില്ലകളിൽ നിന്ന് കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ എത്തിയിട്ടുണ്ട്. PSCയുടെ അതേ മാതൃകയിൽ ഈ പരീക്ഷ നടത്തുന്നതിന് നേതൃത്വം നൽകിയത് എയ്സിന്റെ റിസർച്ച് വിങ് ആണ്. ഉന്നത നിലവാരമുള്ള ഈ ചോദ്യപേപ്പർ രഹസ്യ സ്വഭാവത്തിൽ തയ്യാറാക്കുന്നത് എയ്സിലെ റിസർച്ച് വിങ് ആണ്. വരൂ, നമുക്കൊന്ന് റിസർച്ച് വിങ് പരിചയപ്പെടാം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ഏകദേശം 2 ആഴ്ചയോളം റിസർച്ച് ചെയ്തിട്ടാണ്. ഓരോ വിഷയത്തിലും അതത് വിഷയത്തിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. LPUPയുടെ സിലബസും PSCയുടെ പുതിയ പാറ്റേണും നന്നായി വിശകലനം ചെയ്ത ശേഷം ഇനി ഭാവിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലാണ് നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തയ്യാറാക്കുന്നത്. PSCയുടെ ചോദ്യരീതി പ്രകാരം 33% പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. LPUP എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും നല്ല പ്രാധാന്യമുണ്ട്. എങ്കിലും കൂടുതൽ പ്രാധാന്യമുള്ള 2 സബ്ജക്റ്റുകളാണ്, ഒന്ന് സയൻസും ഒന്ന് സൈക്കോളജിയും. സയൻസ് സബ്ജക്റ്റിന് ഏകദേശം 26 മാർക്ക് വരെ വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ പാറ്റേണിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ SCERTയിലെയും NCERTയിലെയും കണ്ടൻറ്റ് നന്നായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നൊന്നുള്ളത് സൈക്കോളജിയാണ്. സൈക്കോളജി DLED ആണ് അതിന് ചോദ്യപേപ്പർ തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. എയ്സിൻ്റെ 10ഓളം വരുന്ന ബ്രാഞ്ചിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ബുക്ക്ലെറ്റുകളും ഹൈലി കോൺഫിഡൻഷ്യലായി പാക്ക് ചെയ്യുന്നത് എയ്സിൻ്റെ റിസർച്ച് വിങ് തന്നെയാണ്. കഴിഞ്ഞ LPUP എക്സാമുകളിൽ ഉന്നതമായ റാങ്ക് കൈവരിച്ചത് എയ്സിൻ്റെ ഉദ്യോഗാർത്ഥികളാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ അധ്യാപകരായി ജോലി നേടിയതും എയ്സിൻ്റെ മുൻ ഉദ്യോഗാർത്ഥികളാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കാൻ റിസർച്ച് വിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായൊരു നേട്ടമാണ്. കൂടാതെ ഇനി വരുന്ന LPUP എക്സാമുകളിലും ഉന്നതമായ വിജയം എയ്സിൻ്റെ ഉദ്യോഗാർത്ഥികൾ കൈവരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. LPUP എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എയ്സിൻ്റെ വിജയാശംസകൾ.